ജസ്റ്റിസ് അലക്സാണ്ടർ തോമസിനെ അവഹേളിച്ചതിന്റെ പേരിൽ മന്ത്രി കെ.സി. ജോസഫിനെതിരെ കേസെടുക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടു. ശിവൻകുട്ടി എം.എൽ.എ. നൽകിയ പരാതിയിലാണ് നടപടി. ക്രിമിനൽ കോടതിയലക്ഷ്യ കേസാണ് കെ.സി. ജോസഫിനെതിരെ ചുമത്തിയത്. ഈ മാസം 16-ന് കെ.സി. ജോസഫിനോട് നേരിട്ട് ഹാജരാകാനും കോടതി ആവശ്യപ്പെട്ടു. മന്ത്രി കെ.സി. ജോസഫിന്റെ ചായത്തൊട്ടിയിൽ വീണ കുറുക്കൻ എന്ന പരാമർശമാണ് ക്രിമിനൽ കോടതിയലക്ഷ്യമെന്ന് ഡിവിഷൻ ബെഞ്ച് കണ്ടെത്തിയത്. മുൻമന്ത്രി കെ.എം. മാണിക്കെതിരായ ബാർക്കോഴ കേസിന്റെ പരിഗണനാ വേളയിൽ വിജിലൻസിന് സ്വയംഭരണാവകാശം നൽകുന്ന കാര്യം പരിഗണിക്കണം എന്നും ഇതിനായി അമിക്കസ് ക്യൂറിയെ നിയമിക്കണമെന്നും ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ഉത്തരവിട്ടിരുന്നു. അഡ്വക്കേറ്റ് ജനറലിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സർക്കാർ അഭിഭാഷകരിൽ പലരും അബ്കാരികളുടെ നോമിനികളാണ് എന്നും ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് കടുത്ത ഭാഷയിൽ പരാമർശം ഉന്നയിച്ചിരുന്നു. ഈ പരാമർശങ്ങളെ തുടർന്നാണ് മന്ത്രി കെ.സി. ജോസഫ് ജസ്റ്റിസിനെതിരെ ഫേസ്ബുക്കിൽ ചായത്തൊട്ടിയിൽ വീണ കുറുക്കൻ എന്ന ആക്ഷേപകരമായ പോസ്റ്റിട്ടത്. ന്യായാധിപനെതിരെ മന്ത്രി നടത്തിയ പരാമർശം കോടതിയലക്ഷ്യമാണെന്ന് ചൂണ്ടിക്കാട്ടി ശിവൻകുട്ടി എം.എൽ.എ. ഹൈക്കോടതി രജിസ്ട്രാർക്ക് കത്ത് നൽകുകയായിരുന്നു. പിന്നീട് ഹൈക്കോടതിയിൽ അഡ്വക്കേറ്റ് C.P. ഉദയഭാനു മുഖേന പ്രത്യേക ഹർജിയും നൽകി. അഡ്വക്കേറ്റ് ജനറലിന്റെ മുൻകൂർ അനുമതിയില്ലെന്ന കാരണം ചൂണ്ടിക്കാട്ടി രജിസ്ട്രി തടസ്സവാദം ഉന്നയിച്ചിരുന്നുവെങ്കിലും ഹർജി തിങ്കളാഴ്ച ഡിവിഷൻ ബെഞ്ച് പരിഗണിക്കുകയായിരുന്നു. തുടർന്ന് ചൊവ്വാഴ്ച ഡിവിഷൻ ബെഞ്ച് പ്രത്യേക സിറ്റിംഗ് നടത്തിയാണ് ശിവൻകുട്ടിയുടെ ഹർജി പരിഗണിച്ചത്. കേസ് ഫയൽ സ്വീകരിക്കാൻ ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശിച്ചു. രജിസ്ട്രിയുടെ തടസ്സവാദങ്ങൾ തള്ളിയ ഡിവിഷൻ ബെഞ്ച് കോടതിയലക്ഷ്യ നടപടി സ്വീകരിക്കാൻ അഡ്വക്കേറ്റ് ജനറലിന്റെ അനുമതിക്കായി കാത്തുനിൽക്കുന്നില്ലെന്നും വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ടീം സോളാറിന്റെ വളർച്ചയ്ക്കും തളർച്ചയ്ക്കും പിന്നിൽ മുഖ്യമന്ത്രിയാണെന്ന് സരിത സോളാർ ജുഡീഷ്യൽ കമ്മീഷനിൽ മൊഴി നൽകി. അട്ടക്കുളങ്ങര ജയിലിൽ വെച്ചെഴുതിയ വിവാദ കത്ത് മുദ്രവെച്ച കവറിൽ കമ്മീഷന് നൽകാമെന്ന് സരിത സോളാർ കമ്മീഷനെ അറിയിച്ചു. ബെന്നി ബെഹനാന് 5 ലക്ഷവും PC വിഷ്ണുനാഥിന് 2 ലക്ഷം രൂപയും നൽകിയെന്നും സരിത മൊഴി നൽകി. 12 നവംബറിലാണ് പാർട്ടി പ്രവർത്തന ഫണ്ടിലേക്കായി ബെന്നി ബെഹനാന് 5 ലക്ഷം രൂപ നൽകിയതെന്ന് സരിത പറഞ്ഞു. മാനവിക യാത്ര നടത്തിപ്പിനായി PC വിഷ്ണുനാഥിന് 2 തവണയായി 2 ലക്ഷം രൂപയും നൽകി. ഇതിനു പുറമെ പല രാഷ്ട്രീയ നേതാക്കളും കമ്പനിയിൽ നിന്ന് സംഭാവന സ്വീകരിച്ചതിന്റെ തെളിവുകൾ വീണ്ടെടുക്കാൻ ശ്രമിക്കുകയാണെന്നും അത് ലഭിച്ചാൽ കമ്മീഷനിൽ ഹാജരാക്കുമെന്നും സരിത പറഞ്ഞു. ചെറിയ പദ്ധതികളിൽ കേന്ദ്രീകരിക്കാതെ വലിയ പദ്ധതികൾ തുടങ്ങാനും അതിനുവേണ്ട സഹായങ്ങൾ നൽകാമെന്നും മുഖ്യമന്ത്രി പറഞ്ഞതായി ബിജു രാധാകൃഷ്ണൻ പറഞ്ഞത് ശരിയാണ്. ടീം സോളാറിന്റെ വളർച്ചയ്ക്കും തളർച്ചയ്ക്കും കാരണം മുഖ്യമന്ത്രിയാണെന്നും സരിത കമ്മീഷനിൽ മൊഴി നൽകി. ടീം സോളാറിന്റെ പദ്ധതികൾക്കായി പാലക്കാട് കിൻഫ്രയിലെ 110 ഏക്കർ സ്ഥലം വിട്ടുതരുന്നത് സംബന്ധിച്ച് മുഖ്യമന്ത്രി പറഞ്ഞിരുന്നുവെന്നും ഇതിനായി 1,90,00,000 രൂപ മുഖ്യമന്ത്രിക്ക് നൽകിയിട്ടുണ്ടെന്ന് നേരത്തെ താൻ മൊഴി നൽകിയിട്ടുണ്ടെന്നും സരിത പറഞ്ഞു. ഇടുക്കി കൈലാസപ്പാറയിലെ പദ്ധതിക്കും മുഖ്യമന്ത്രി സഹായം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ലൈംഗികാരോപണവുമായി ബന്ധപ്പെട്ട രഹസ്യ വിവരങ്ങൾ മുദ്രവെച്ച കവറിൽ കമ്മീഷൻ അടുത്ത സിറ്റിംഗിൽ കൈമാറുമെന്നും സരിത പറഞ്ഞു. ചില കാര്യങ്ങൾ ഞാൻ പബ്ലിക്കായിട്ട് ഒരു ഡിസ്കഷന് തയ്യാറല്ലാത്ത ചില സബ്ജക്ട്സ് ഉണ്ട്. ആ സബ്ജക്ട്സിനെ പറ്റിയിട്ട് അതിൻ്റെ നിജസ്ഥിതി, ഓരോ ആരോപണങ്ങളുണ്ട്, അതിൻ്റെ നിജസ്ഥിതി എന്താണെന്നുള്ളത് കോൺഫിഡൻഷ്യലായിട്ടുള്ള ഒരു കവറിൽ കൊടുക്കാമെന്ന് പറഞ്ഞു. പിന്നെ മറ്റൊരു എവിഡൻസ്, അത് എൻ്റെ കേസിൻ്റെ നിലനിൽക്കുന്ന എൻ്റെ കേസിനെ ബാധിക്കുന്ന ചില കാര്യങ്ങളാകാമെന്നുള്ളതുകൊണ്ടും അതും ഞാനൊരു സീൽഡ് കവറിൽ കമ്മീഷനെ ഏൽപ്പിക്കാമെന്ന് പറയുന്നുണ്ട്. സോളാർ കേസ് അന്വേഷണ സംഘത്തോട് മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിന്റെ ഫോണിൽ മുഖ്യമന്ത്രിയോട് സംസാരിച്ചതടക്കമുള്ള കാര്യങ്ങൾ താൻ പറഞ്ഞിട്ടുണ്ടെന്നും സരിത മൊഴി നൽകി. നാളെ സരിതയ്ക്ക് കോയമ്പത്തൂർ കോടതിയിൽ ഹാജരാകേണ്ടതിനാൽ സരിതയുടെ വിസ്താരം മറ്റന്നാളത്തേക്ക് മാറ്റി. എച്ച് ഷാജഹാനോടൊപ്പം KM ഉമേഷ്, കൊച്ചി. സ്വവർഗരതി കുറ്റകരമാക്കുന്ന വിധിന്യായം പുനഃപരിശോധിക്കാൻ സുപ്രീം കോടതി തീരുമാനിച്ചു. 2013-ൽ സ്വവർഗരതി കുറ്റകരമാക്കിക്കൊണ്ടുള്ള സുപ്രീം കോടതി വിധിക്കെതിരെ സമർപ്പിച്ച പുനഃപരിശോധനാ ഹർജികൾ ഭരണഘടനാ ബെഞ്ച് പുനഃപരിശോധിക്കും. ചീഫ് ജസ്റ്റിസ് TS താക്കൂർ അധ്യക്ഷനായ 5-അംഗ ബെഞ്ചാണ് നിർണായക തീരുമാനമെടുത്തത്. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 377-ാം വകുപ്പ് അനുസരിച്ച് സ്വവർഗരതി കുറ്റകരമാണെന്ന് 2013 ഡിസംബർ 11-ൽ സുപ്രീം കോടതി വിധിച്ചിരുന്നു. പ്രായപൂർത്തിയായവർ പരസ്പര സമ്മതത്തോടെ നടത്തുന്ന പ്രകൃതി വിരുദ്ധ ലൈംഗിക ബന്ധത്തെ കുറ്റകരമാക്കുന്നതാണ് 377-ാം വകുപ്പ്. ഈ വകുപ്പ് ഭരണഘടനയിൽ നിന്നും നീക്കം ചെയ്യണമെന്നും സ്വവർഗരതി നിയമവിധേയമാക്കണമെന്നും ആവശ്യപ്പെട്ട് സുപ്രീം കോടതി വിധിക്കെതിരെ 8ഓളം പുനഃപരിശോധനാ ഹർജികൾ സമർപ്പിക്കപ്പെട്ടു. ചീഫ് ജസ്റ്റിസ് TS താക്കൂർ അധ്യക്ഷനായ 3-അംഗ ബെഞ്ച് പുനഃപരിശോധനാ ഹർജികൾ പരിശോധിച്ചു. നിയമപരമായ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നത് ചൂണ്ടിക്കാട്ടി. തുടർന്ന് 5-അംഗ ഭരണഘടനാ ബെഞ്ചിന് വിഷയം വിടാൻ തീരുമാനിച്ചു. 2009-ൽ സ്വവർഗരതി കുറ്റകരമല്ലെന്ന് ദില്ലി ഹൈക്കോടതി വിധിച്ചിരുന്നു. ജീവിക്കാനും സ്വകാര്യത സൂക്ഷിക്കാനും ഭരണഘടന നൽകുന്ന ഉറപ്പിന്റെ ലംഘനമാണ് 377-ാം വകുപ്പെന്ന് ദില്ലി ഹൈക്കോടതി വിധിന്യായത്തിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇത് തള്ളിക്കൊണ്ടാണ് സുപ്രീം കോടതി സ്വവർഗരതിയെ കുറ്റകരമായി വിധി പുറപ്പെടുവിച്ചത്. ന്യൂസ് ബ്യൂറോ, ദില്ലി.
പ്രധാനമന്ത്രിക്കെതിരെ ആയുധ കച്ചവടക്കാരന്റെ ആരോപണം. കടൽക്കൊലക്കേസിൽ ഇറ്റാലിയൻ നാവികരെ രക്ഷപ്പെടുത്താമെന്നും പകരം ഹെലികോപ്റ്റർ ഇടപാടിൽ സോണിയയുടെ കുടുംബത്തിനുള്ള ബന്ധം വ്യക്തമാക്കുന്ന തെളിവ് നൽകണമെന്നും മോദി ആവശ്യപ്പെട്ടതായാണ് വെളിപ്പെടുത്തൽ. കടൽക്കൊലക്കേസിൽ നാവികരെ വിട്ടയച്ച് ഇന്ത്യയും ഇറ്റലിയും ധാരണയിലെത്താൻ ശ്രമിക്കുന്നതിന്റെ പിന്നാമ്പുറ രഹസ്യമാണ് വെളിച്ചത്ത് വന്നിരിക്കുന്നത്. ഇന്ത്യയിൽ വിചാരണ നേരിടുന്ന 2 നാവികരെയും വിട്ടയക്കും. പക്ഷേ പ്രത്യുപകാരമായി UPA സർക്കാരിന്റെ കാലത്ത് നടന്ന അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് ഹെലികോപ്റ്റർ പ്രതിരോധ ഇടപാടിൽ സോണിയാഗാന്ധിയുടെയും കുടുംബത്തിന്റെയും പങ്ക് വ്യക്തമാക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള തെളിവുകൾ കൈമാറണം. അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് കമ്പനി ഉടമകളുമായി സോണിയ കുടുംബത്തിലെ നേതാക്കൾക്കുള്ള ബന്ധം തെളിയിക്കുന്ന രേഖകളാണ് വേണ്ടതെന്നും മോദി ആവശ്യപ്പെട്ടു. ഇക്കഴിഞ്ഞ സെപ്റ്റംബറിൽ ന്യൂയോർക്കിൽ നടന്ന ഐക്യരാഷ്ട്രസഭയുടെ പൊതുസമ്മേളനത്തിൽ മോദിയും ഇറ്റാലിയൻ പ്രധാനമന്ത്രി മാറ്റോ റെൻസിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഈ കൂടിക്കാഴ്ചയിൽ മോദി പുതിയ നിലപാട് ഇറ്റാലിയൻ പ്രധാനമന്ത്രിയെ അറിയിച്ചു. ഇക്കാര്യം കടൽക്കൊലക്കേസ് പരിഗണിക്കുന്ന ഹാംബർഗിലെ അന്താരാഷ്ട്ര ട്രിബ്യൂണലിന് മുന്നിൽ ബ്രിട്ടീഷ് ആയുധ വ്യാപാരിയായ ക്രിസ്റ്റ്യൻ മിഷേലാണ് വെളിപ്പെടുത്തിയത്. ഇക്കഴിഞ്ഞ ഡിസംബർ 23-ന് ഇദ്ദേഹം ട്രിബ്യൂണലിന് അയച്ച കത്തിലും നീക്കത്തെക്കുറിച്ച് അറിയിച്ചിരുന്നു. ഹെലികോപ്റ്റർ ഇടപാടിൽ ഇന്ത്യ അന്വേഷിക്കുന്ന ആയുധ വ്യാപാരിയാണ് ക്രിസ്റ്റ്യൻ മിഷേൽ. ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമെന്ന് വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചു. ന്യൂസ് ബ്യൂറോ, ദില്ലി. ജനങ്ങളിൽ ഭീതി പരത്തി ആഗോളതലത്തിൽ സിക്ക വൈറസ് പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ ലോകാരോഗ്യ സംഘടന അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. രോഗനിവാരണത്തിനായി സംഘടന അടിയന്തര നടപടികൾ സ്വീകരിക്കും. തെക്കൻ അമേരിക്കൻ രാജ്യമായ ബ്രസീലിൽ ഭീതി പരത്തിയ സിക്ക വൈറസ് അമേരിക്കയിലും യൂറോപ്പിലും ഓസ്ട്രേലിയയിലും സ്ഥിരീകരിച്ചതിനെ തുടർന്നാണ് ലോകാരോഗ്യ സംഘടനയുടെ തീരുമാനം. ഇതേ തുടർന്ന് വിദേശ രാജ്യങ്ങളിലേക്കുള്ള യാത്രകൾ ഒഴിവാക്കാനും സംഘടനയുടെ നിർദ്ദേശമുണ്ട്. ഡെങ്കിപ്പനിയും മഞ്ഞപ്പനിയും പടർത്തുന്ന അതേ കൊതുകുകൾ തന്നെയാണ് സിക്ക വൈറസും പരത്തുന്നത്. ഇതാണ് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളെ ആശങ്കയിലാക്കുന്നതും. 50 വർഷങ്ങൾ മുൻപാണ് സിക്ക വൈറസിന്റെ സാന്നിധ്യം ശ്രദ്ധിക്കപ്പെട്ടത്. നവജാത ശിശുക്കളിൽ മസ്തിഷ്ക വൈകല്യം ഉണ്ടാക്കുന്ന വൈറസായതിനാൽ 2018 വരെ ഗർഭിണികളാകാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്ന് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ബ്രസീലിൽ മാത്രം 4000-ലധികം കേസുകൾ ഇതിനകം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ലോകത്താകെ 40 ലക്ഷത്തോളം പേർക്ക് ഇതുവരെ വൈറസ് ബാധിച്ചതായി സ്ഥിരീകരിച്ചു കഴിഞ്ഞു. നവജാത ശിശുക്കളിൽ മൈക്രോസെഫാലി എന്ന അവസ്ഥയുണ്ടാക്കുന്നുവെന്നതാണ് സിക്ക വൈറസിനെ ഏറ്റവും അപകടകാരിയാക്കുന്നത്. ചെറിയ തലയോട്ടിയും മസ്തിഷ്കവുമായി കുഞ്ഞുങ്ങൾ ജനിക്കുന്ന അവസ്ഥയാണിത്. ബ്രസീലിൽ മാത്രം 2000-ഓളം കുഞ്ഞുങ്ങൾ ഇങ്ങനെ ജനിച്ചിട്ടുണ്ട്. സാംക്രമിക രോഗ വിദഗ്ധർ നേരത്തെ തന്നെ ലോകാരോഗ്യ സംഘടനയ്ക്ക് സിക്ക വൈറസുമായി ബന്ധപ്പെട്ട മുന്നറിയിപ്പ് നൽകിയിരുന്നു. വൈറസ് പടരുന്ന സാഹചര്യത്തിൽ അതിനെ ചെറുക്കാനുള്ള കൂട്ടായ പരിശ്രമമാണ് ആവശ്യമെന്നും എന്നാൽ യാത്ര ചെയ്യുന്നതിനും കച്ചവടം നടത്തുന്നതിനും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടില്ലെന്നും ലോകാരോഗ്യ സംഘടനയുടെ ഡയറക്ടർ ജനറൽ മാർഗരറ്റ് ചാൻ പറഞ്ഞു. 2009-ൽ H1N1 ബാധയെ തുടർന്നാണ് ലോകാരോഗ്യ സംഘടന ആദ്യമായി ആഗോള അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. പിന്നീട് 2014 മേയിൽ പാകിസ്ഥാനിലും സിറിയയിലും പടർന്നു പിടിച്ച പോളിയോയ്ക്ക് സമാനമായ രോഗത്തെ തുടർന്നും എബോളയെ തുടർന്നും ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക്. ചൈനീസ് കമ്പനിയായ ലീക്കോയുടെ പുതിയ സ്മാർട്ട് ഫോൺ ലെവണസ് വിപണിയിലെത്തി. ആദ്യ ദിനം തന്നെ ചൂടപ്പം പോലെയാണ് ഫോൺ വിറ്റുപോയത്. ഫ്ലിപ്കാർട്ടിൽ വിൽപ്പനയ്ക്ക് വെച്ച് 2 സെക്കൻഡിനുള്ളിൽ 70,000 ഫോണുകളാണ് വിറ്റുപോയത്. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഏറ്റവും അധികം ഫോണുകൾ വിറ്റഴിക്കപ്പെട്ടു എന്ന റെക്കോർഡാണ് വിപണിയിലെത്തി ആദ്യ ദിനം തന്നെ ലീക്കോയുടെ ലെവണസ് സ്വന്തമാക്കിയത്. ഒരു ഫ്ലാഷ് അടിക്കുന്ന വേഗത്തിൽ, അതായത് വെറും 2 സെക്കൻഡിനുള്ളിൽ ലെവണസിന്റെ 70,000 സ്മാർട്ട് ഫോണുകളാണ് ഫ്ലിപ്കാർട്ടിൽ ചൂടപ്പം പോലെ വിറ്റുപോയത്. ഏറ്റവും കൂടുതൽ ഉപഭോക്താക്കൾ പ്രീസെയിൽ രജിസ്ട്രേഷൻ നടത്തിയെന്ന റെക്കോർഡും ലെവണസ് സ്വന്തമാക്കി. 6 ലക്ഷത്തിലധികം പേരാണ് ലീക്കോ സ്വന്തമാക്കാനായി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. 10,999 രൂപ വിലയുള്ള ഫോണിന് ആപ്പിൾ ഐഫോണിന് സമാനമായ അലൂമിനിയം യൂണിബോഡി ഡിസൈനാണുള്ളത്. സ്വർണം, വെള്ളി, ചാരനിറങ്ങളിലെത്തുന്ന ഫോണിന് ശരിക്കും ഒരു ഹൈ എൻഡ് ലുക്കുണ്ട്. ഫ്ളാഗ്ഷിപ്പ് മോഡലുകളിലേതുപോലെ ഫിംഗർ പ്രിന്റ് സ്കാനറും ഫോണിലുണ്ട്. അരയിഞ്ച് ഫുൾ ഹൈ ഡെഫിനിഷൻ ഡിസ്പ്ലേയാണ് ഫോണിലുള്ളത്. 3GB റാം, 32GB സ്റ്റോറേജ് എന്നിവയും ലെവണസിന്റെ ഹാർഡ്വെയർ സവിശേഷതകളാണ്. LED ഫംഗ്ഷനുള്ള 13MP പിൻ ക്യാമറയും
5 MB മുൻ ക്യാമറയും ഫോണിലുണ്ട്. 3000 mAh ബാറ്ററിയാണ് 11Sലേത്. 5 മിനിറ്റ് കൊണ്ട് 3.5 മണിക്കൂർ ഉപയോഗത്തിനുള്ള ചാർജ് കയറുന്ന ഫാസ്റ്റ് ചാർജിംഗ് സംവിധാനവും ഫോണിനുണ്ടെന്നാണ് നിർമ്മാതാക്കളുടെ അവകാശവാദം. ന്യൂസ് ഡെസ്ക്. $450 കോടി വർഷം മുൻപ് 2 ഗ്രഹങ്ങൾ കൂട്ടിയിടിച്ചാണ് ഭൂമി ഉണ്ടായതെന്ന് ശാസ്ത്രജ്ഞർ. ഇടിയുടെ ആഘാതത്തിൽ 2 ഗ്രഹങ്ങളും ചേർന്ന് ഒന്നായെന്നും കൂട്ടിയിടിയിൽ ഭൂമിയിൽ നിന്ന് വിഘടിച്ചു പോയ ഒരു ഭാഗമാണ് ചന്ദ്രനായി മാറിയതെന്നും ഇവർ പറയുന്നു. ഇന്നത്തെ നിലയിലെത്തുന്നതിന് മുൻപ് 10,000 ലക്ഷം വർഷം പഴക്കമുള്ള സമയത്താണ് ഭൂമിയുമായി മറ്റൊരു ഗ്രഹമായ തെയ കൂട്ടിയിടിച്ചത്. ഇടിയുടെ ആഘാതത്തിൽ 2 ഗ്രഹങ്ങളും ചേർന്ന് ഒന്നായെന്നാണ് കാലിഫോർണിയ, ലോസ് ആഞ്ചൽസ് സർവകലാശാലകളിലെ ശാസ്ത്രസംഘം കണ്ടെത്തിയിരിക്കുന്നത്. ചന്ദ്രപര്യവേഷണത്തിന്റെ ഭാഗമായി പഠിച്ച ചന്ദ്രനിലെ ശിലകളെക്കുറിച്ചുള്ള വിശകലനങ്ങൾ ഈ സാധ്യതയ്ക്ക് ബലം വർദ്ധിപ്പിക്കുന്നുവെന്നും ഇവർ പറയുന്നു. ഹവായിലും അരിസോണയിലും കാണപ്പെടുന്ന ശിലകളുമായി സമാനമാണ് ചന്ദ്രനിൽ കാണപ്പെട്ടവയും. ശിലകളുടെ രാസഘടനയിലും കാണപ്പെട്ട ഓക്സിജൻ ഐസോട്ടോപ്പുകളിലും വ്യത്യാസമുണ്ടായിരുന്നില്ല. ഭൂമിയിലെയും ചന്ദ്രനിലെയും ഓക്സിജൻ ഐസോട്ടോപ്പുകൾ വേർതിരിച്ചറിയാനാവാത്ത വിധം സമാനമാണെന്ന് സർവകലാശാലയിലെ ജിയോ കെമിസ്ട്രി പ്രൊഫസർ എഡ്വേർഡ് യങ് ചൂണ്ടിക്കാട്ടുന്നു. തെയയുടെ ഭാഗങ്ങൾ ചന്ദ്രനിലുമുണ്ട്. ഒരു ഗ്രഹമായി വികസിക്കുന്ന ഘട്ടത്തിലാണ് തെയ ഭൂമിയുമായി കൂട്ടിയിടിച്ചത്. ഭ്രൂണഗ്രഹം എന്നറിയപ്പെടുന്ന ഗണത്തിലാണ് തെയയുണ്ടായതെന്നും യങ് ചൂണ്ടിക്കാട്ടുന്നു. ന്യൂസ് ഡെസ്ക്. ദേശീയ സ്കൂൾ കായികമേളയിൽ തുടർച്ചയായ 19ാം വട്ടവും കേരളത്തിന് കിരീടം. 306 പോയിന്റുകളുമായി മറ്റ് സംസ്ഥാനങ്ങളെ ബഹുദൂരം പിന്നിലാക്കിയാണ് കേരളം കിരീടത്തിൽ വീണ്ടും മുത്തമിട്ടത്.